നമുക്ക് റിപ്പോർട്ടഡ് സ്പീച്ച് എന്താണെന്ന് പഠിക്കാം. We can express what a person has said in two different ways. ഒരാൾ പറയുന്ന കാര്യം നമുക്ക് രണ്ട് രീതിയിൽ അവതരിപ്പിക്കാം. We can quote his exact words and put them in inverted commas. അയാൾ പറയുന്ന കാര്യം അതേപടി തന്നെ നമുക്ക് ഇൻവെർട്ടഡ് കോമാസിലിട്ട് പറയാം. This is direct speech. ഇതിനെയാണ് ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, The man said, I am very honest. We may report his words without quoting his exact words. This is called indirect speech. അയാൾ പറഞ്ഞ കാര്യം നമ്മുടെ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് ഇൻഡയറക്റ്റ് സ്പീച്ച്. എക്സാമ്പിൾ, The man said that he was very honest. റിപ്പോർട്ടഡ് സ്പീച്ചിൽ സെഡ് റിപ്പോർട്ടിംഗ് വെർബായിട്ട് ഉപയോഗിക്കുന്നു. ദാറ്റ് സാധാരണയായി ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് വേർഡുമാണ്. റിപ്പോർട്ടഡ് സ്പീച്ചിന് കുറേ റൂൾസ് ഉണ്ട്. നമുക്ക് അതിലെ ആദ്യത്തെ റൂൾ എന്താണെന്ന് നോക്കാം. റൂൾ നമ്പർ 1. If the reporting verb is in the present or future tense, the tense of the verb in the reported speech is not changed at all. റിപ്പോർട്ടിംഗ് വെർബ് പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ചിലെ വെർബിൻ്റെ ടെൻസിന് മാറ്റമില്ല. എക്സാമ്പിൾ, He says, I am ready. He says that he is ready. He will say, I am ready. He will say that he is ready. രണ്ടാമത്തെ റൂൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം.